Hello everyone, welcome back to Smart Learn by Geetha. ഇന്ന് നമുക്ക് ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ് ഇതെന്താണെന്ന് നോക്കാം. ഈ പാസീവ് വോയിസിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാനായിട്ടുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് എന്താണെന്ന് ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് ആക്റ്റീവ് വോയിസ്, എന്താണ് പാസീവ് വോയിസ്, എങ്ങനെയാണ് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ആദ്യം നമുക്കറിയേണ്ടത് എന്താണ് ആക്റ്റീവ് വോയിസ്. ആക്റ്റീവ് വോയിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസിൽ നമ്മൾ സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും ആ സെൻറ്റൻസ്. എപ്പോഴും പ്രവൃത്തി ചെയ്യുന്ന ആൾക്ക് പ്രാധാന്യം കൊടുത്ത് വരുന്ന ഒരു സെൻറ്റൻസ് ആയിരിക്കും ആക്റ്റീവ് വോയിസ്. അതിനി പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ സബ്ജക്റ്റിന് നമ്മൾ പ്രാധാന്യം കൊടുക്കില്ല. അവിടെ നമ്മൾ ആരാണോ പ്രവൃത്തി സ്വീകരിക്കുന്നത്, അതായത് ഒബ്ജക്റ്റ്, ആ ഒബ്ജക്റ്റിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. എക്സാമ്പിൾ നോക്കുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആകും. ഇപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കേണ്ടത് ഓരോ ടെൻസ് ആയിട്ട് നമുക്ക് പഠിക്കാം. കാരണം ഓരോ ടെൻസിലും ആക്റ്റീവ് വോയിസിന്റെ സ്ട്രക്ചറിൽ വ്യത്യാസം ഉണ്ടാകും, അതുപോലെ തന്നെ പാസീവ് വോയിസും മാറും. അപ്പോൾ നമുക്ക് ഓരോ ടെൻസിലും എങ്ങനെയാണ് ആക്റ്റീവ് വോയിസ്, എങ്ങനെയാണ് പാസീവ് വോയിസ്, അങ്ങനെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സിമ്പിൾ പ്രസന്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സിമ്പിൾ പ്രസന്റിന്റെ സ്ട്രക്ചർ എന്താണ്? ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്, അതാണല്ലോ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെയായിരിക്കും? സബ്ജക്റ്റ് ആണ് ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെൻറ്റൻസ് ആണെന്ന് ക്ലിയർ ആയല്ലോ. കാരണം സബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. ദ വാച്ച്മാൻ ഓപ്പൺസ് ദ ഗേറ്റ് എവറി മോർണിംഗ്. വാച്ച്മാൻ എല്ലാ ദിവസവും രാവിലെ ഗേറ്റ് തുറക്കാറുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദ വാച്ച്മാൻ എന്നുള്ള സബ്ജക്റ്റിനാണ് ഞാൻ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ദ വാച്ച്മാൻ സബ്ജക്റ്റ്, ഓപ്പൺസ് എന്നുള്ള വേർബ്, ഗേറ്റ് എന്നുള്ള ഒബ്ജക്റ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന സെൻറ്റൻസ് എപ്പോഴും ആക്റ്റീവ് വോയിസ് ആയിരിക്കും. ഇനി നമുക്കിത് പാസീവ് വോയിസിലേക്ക് മാറ്റണം. ഈ പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് സ്ട്രക്ചറിന് വ്യത്യാസം ഉണ്ടാകും. അവിടെ ഞാൻ പറഞ്ഞു സബ്ജക്റ്റിന് പ്രാധാന്യമില്ല, ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം. അപ്പോൾ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും? ഒബ്ജക്റ്റ് പ്ലസ് ഇസ് ആർ ആം, ഇതിലേതെങ്കിലും ഒന്ന്, പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. ഓക്കെ, അപ്പൊ ഈ സെന്റൻസിന്റെ ഒബ്ജക്റ്റ് എന്താണ്? ദ ഗേറ്റ്. അപ്പൊ നമുക്ക് ആ സെന്റൻസ് എങ്ങനെ വരും? ദ ഗേറ്റ്, ഗേറ്റ് എന്നുള്ളത് സിംഗുലർ ആയതുകൊണ്ട് ഇസ് അല്ലേ. അപ്പൊ ദ ഗേറ്റ് ഇസ് V3 ഫോം ഓഫ് ദ വെർബ്. ഓപ്പൺ, ഓപ്പൺഡ്, ഓപ്പൺഡ്. അപ്പൊ ദ ഗേറ്റ് ഇസ് ഓപ്പൺഡ് ബൈ ദ വാച്ച്മാൻ എന്നുള്ളത് ഓപ്ഷണലാണ്. കാരണം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ഗേറ്റിനാണ്. ഇവിടെ പാസീവ് വോയിസുള്ള ഈ സെന്റൻസിന് എങ്ങനെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഞാൻ പറഞ്ഞു, ഗേറ്റ് എല്ലാ ദിവസവും രാവിലെ തുറക്കപ്പെടാറുണ്ട്. ഈ ഒരു അർത്ഥത്തിൽ നമ്മൾ സംസാരിക്കുന്ന സമയത്താണ് നമുക്ക് പാസീവ് വോയിസ് വേണ്ടത്. ഗേറ്റ് എല്ലാ ദിവസവും രാവിലെ തുറക്കപ്പെടാറുണ്ട്, പക്ഷെ ആര് തുറക്കുന്നു എന്നുള്ളതിന് അവിടെ നമ്മൾ പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് പാസീവ് വോയിസ് ആണ്, ഒബ്ജക്റ്റിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇവിടെ റീമ ഈറ്റ്സ് ചോക്ലേറ്റ്സ്. റീമ ഈറ്റ്സ് ചോക്ലേറ്റ്സ്. റീമ സബ്ജക്റ്റ്, ഈറ്റ്സ് വേർബ്, ചോക്ലേറ്റ്സ് ആണ് ഒബ്ജക്റ്റ്. ഇത് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്, കാരണം ഇവിടെ റീമ എന്നുള്ളതിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് പാസീവ് വോയിസിലേക്ക് മാറ്റുകയാണ്. ചോക്ലേറ്റ്സ് ഒന്നിൽ കൂടുതലാണ്, അപ്പോൾ ആർ എന്നുള്ളത് വരും. ചോക്ലേറ്റ്സ് ആർ V3 എന്താണ്? ഈറ്റൺ. ഈറ്റിന്റെ V3 ഈറ്റൺ. ചോക്ലേറ്റ്സ് ആർ ഈറ്റൺ ബൈ റീമ ഓപ്ഷനിലാണ്. ഓക്കെ, ചോക്ലേറ്റ്സ് ആർ ഈറ്റൺ. ഇനി വേറൊരു സെന്റൻസ് നിങ്ങൾ നോക്കൂ. മൈ സിസ്റ്റർ ലവ്സ് മീ. മൈ സിസ്റ്റർ സബ്ജക്റ്റ്, ലവ്സ് വേർബ്, മീ എന്നുള്ളത് ഒബ്ജക്റ്റ്. ഇത് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ്. ഇനി ഇതെങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക? ഇവിടുത്തെ ഒബ്ജക്റ്റ് എന്താണ്? മീ. ഇനി മീ എന്നുള്ളത് നമ്മൾ അതിനാണ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വരുന്നത്. ആ സമയത്ത് നമുക്ക് ഒബ്ജക്റ്റ് ആണ് ആദ്യം വരേണ്ടത്. അവിടെ നമുക്ക് ഐ എന്ന് വേണം. അപ്പം ഐ ആം അല്ലെ, ഐ ആം ലവ്ഡ്, ഐ ആം ലവ്ഡ്, ലവിന്റെ V3 ലവ്ഡ്. ഈ 3 എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ സിമ്പിൾ പ്രസന്റിലുള്ള ഒരു ആക്റ്റീവ് വോയിസ് എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതെന്ന്. ഇപ്പൊ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് കാരണം ഇതൊരു ആദ്യത്തെ എങ്ങനെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇനി അങ്ങോട്ട് നമുക്ക് ബാക്കിയെല്ലാം പെട്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെന്റൻസ് എങ്ങനെയാണെന്ന് നോക്കാം. സിമ്പിൾ പാസ്റ്റിലുള്ള ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് V2 പ്ലസ് ഒബ്ജക്റ്റ്. അപ്പൊ ഇതെന്താണ് സെന്റൻസ്? എങ്ങനെയായിരിക്കും സെന്റൻസ്? ഇപ്പൊ ഞാൻ പറയാണ്, ഷീ ബേക്ഡ് എ കേക്ക് ഫോർ us. അവൾ ഞങ്ങൾക്ക് വേണ്ടി കേക്ക് ബേക്ക് ചെയ്തു എന്നാണ്. ഷീ ബേക്ഡ് എ കേക്ക്. ഇത് സിമ്പിൾ പാസ്റ്റ് ആണ്, ആക്റ്റീവ് വോയിസ് ആണ്. കാരണം ഷീ എന്നതിനുള്ള സബ്ജക്റ്റ്, ബേക്ക് എന്നുള്ള വേർബ്,
അതുപോലെ തന്നെ കേക്ക് എന്നുള്ള ഒബ്ജക്റ്റ്. അപ്പോൾ അത് ആക്റ്റീവ് വോയിസ്. ഇനി നമുക്ക് ഇവിടുത്തെ ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് സ്ട്രക്ചർ എന്താണ് അത് നോക്കാം. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഇവിടെ വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് V3. അപ്പോൾ എങ്ങനെ വരും? ഇവിടെ ദ കേക്ക് എന്നുള്ള ഒബ്ജക്റ്റ്. അപ്പോൾ ദ കേക്ക് സിംഗുലർ ആണ്, അപ്പോൾ വാസ്. ദ കേക്ക് വാസ് എന്താണ് ഇവിടുത്തെ വേർബ്? ബേക്ക്. അപ്പോൾ അതിൻ്റെ V3 എന്താണ്? ബേക്ക്ഡ്. ദ കേക്ക് വാസ് ബേക്ക്ഡ് ബൈ ഹെർ, ഓപ്ഷനലാണ്. ഓക്കെ, ദ കേക്ക് വാസ് ബേക്ക്ഡ്. ഓക്കെ, ഇനി മൈ ഫാദർ ബോട്ട് സ്റ്റോറി ബുക്സ്. മൈ ഫാദർ സബ്ജക്റ്റ്, ബോട്ട് വേർബ്, സ്റ്റോറി ബുക്സ് ആണ് ഒബ്ജക്റ്റ്. ഇത് ആക്റ്റീവ് വോയിസിലുള്ള സെന്റൻസ് ആണ്. ഇനി നമുക്കിത് പാസീവ് വോയിസിലേക്ക് മാറ്റാം അല്ലേ? ഇതും സിമ്പിൾ പാസ്റ്റ് ആണ്. എങ്ങനെ മാറ്റാം? എന്താണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്? ദ സ്റ്റോറി ബുക്സ്, ബുക്സ് ആണ്. അപ്പോൾ വേർ. ദ സ്റ്റോറി ബുക്സ് വേർ ബോട്ട്, V3 ബോട്ട്. ദ സ്റ്റോറി ബുക്സ് വേർ ബോട്ട് ബൈ മൈ ഫാദർ. ഓക്കെ, ഈ ബൈ എന്നതിനുള്ളത് ആരാൽ എന്നുള്ളത് ഓപ്ഷനിലാണെന്ന് ഞാൻ എല്ലാ സെന്റൻസിലും പറയുന്നുണ്ട്, നിർബന്ധമില്ല. ഓക്കെ, സോ ദ സ്റ്റോറി ബുക്സ് വേർ ബോട്ട്. ഇനി നമുക്ക് അടുത്തത് പ്രസന്റ് കണ്ടിന്യൂസും പാസ്റ്റ് കണ്ടിന്യൂസും എങ്ങനെയാണെന്ന് നോക്കാം. പ്രസന്റ് കണ്ടിന്യൂസിനുള്ള ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ എന്താണ് ആദ്യം അത് നോക്കാം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഇസ് ആർ ആം ഏതെങ്കിലും ഒന്ന് പ്ലസ് വേർബ് പ്ലസ് ING ഫോം അല്ല, ING ഫോം ഓഫ് ദ വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഈ സെന്റൻസ് എങ്ങനെ വരും? ഒരു സെന്റൻസ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഷീ ഇസ് ക്ലീനിങ് ദ ഫ്ലോർ. ഷീ ഇസ് ക്ലീനിങ് ദ ഫ്ലോർ. ഷീ സബ്ജക്റ്റ്, ക്ലീനിങ് വേർബ്, ദ ഫ്ലോർ ഒബ്ജക്റ്റ്. ഇനി നമുക്കിതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെ വരും? ഒബ്ജക്റ്റ് ആദ്യം വരും. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഇവിടെ എങ്ങനെയായിരിക്കും നമ്മൾ സെന്റൻസിനെ കൊണ്ടുവരിക? ഞാൻ പറഞ്ഞു ഇത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഇസ് ആർ ആം ഇതിലേതെങ്കിലും ഒന്ന് പ്ലസ് ബീയിങ് പ്ലസ് V3. ഓക്കെ, അപ്പോൾ ഈ സെന്റൻസ് എങ്ങനെ വരും? ഇവിടെ ഷീ ഈസ് ക്ലീനിങ് ദ ഫ്ലോർ എന്നുള്ളതിന് ദ ഫ്ലോർ എന്ന് സ്റ്റാർട്ട് ചെയ്യുക, കാരണം അതാണ് ഒബ്ജക്റ്റ്. അപ്പോൾ ദ ഫ്ലോർ ഇസ് ആണ് അല്ലേ? ദ ഫ്ലോർ ഇസ് ബീയിങ് ക്ലീൻഡ്. ക്ലീൻഡ് ആണ് V3. ദ ഫ്ലോർ ഇസ് ബീയിങ് ക്ലീൻഡ്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ നമുക്ക് വേറൊരെണ്ണം പറയാം. വി ആർ ഈറ്റിംഗ് ചോക്ലേറ്റ്സ്. വി ആർ ഈറ്റിംഗ് ചോക്ലേറ്റ്സ്. ഇവിടെ വി എന്നുള്ള സബ്ജക്റ്റ്, ഈറ്റിംഗ് എന്നുള്ള വേർബ്, ചോക്ലേറ്റ്സ് എന്നുള്ള ഒബ്ജക്റ്റ്. ഇനി ഇത് പാസീവ് വോയിസിലേക്ക് എങ്ങനെ മാറ്റും? ചോക്ലേറ്റ്സ് ആർ ബീയിങ് ഈറ്റൺ. ചോക്ലേറ്റ്സ് ആർ ബീയിങ് ഈറ്റൺ. ഇതാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും. ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ എങ്ങനെയാണെന്ന് നോക്കാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ ആദ്യം നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് വേർബ് പ്ലസ് ING പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ ഒരു സെന്റൻസ് നോക്കാം നമുക്ക്. എങ്ങനെയായിരിക്കും സെന്റൻസ് വരുന്നത്? ദ ബോയ് വാസ് ഡ്രോയിങ് എ പിക്ചർ. ദ ബോയ് വാസ് ഡ്രോയിങ് എ പിക്ചർ. ഇതിനെ നമുക്ക് പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ ദ ബോയ് സബ്ജക്റ്റ്, ഡ്രോയിങ് വേർബ്, പിക്ചർ ആണ് ഒബ്ജക്റ്റ്. ഇനി ഇത് പാസീവിലേക്ക് മാറ്റുന്ന സമയത്ത് എങ്ങനെ വരും? ഒബ്ജക്റ്റ് പ്ലസ് വാസ് അല്ലെങ്കിൽ വേർ പ്ലസ് ബീയിങ് പ്ലസ് V3. അപ്പോൾ ഇതെങ്ങനെ വരും? ദ ബോയ് വാസ് ഡ്രോയിങ് എ പിക്ചർ. ഇതിനെ നമുക്ക് ദ പിക്ചർ വാസ് ബീയിങ് ഡ്രോൺ. ദ പിക്ചർ വാസ് ബീയിങ് ഡ്രോൺ അങ്ങനെ വരും അല്ലേ? ഇനിയിപ്പോൾ ഇത് ദ ബോയ് വാസ് ഡ്രോയിങ് പിക്ചേഴ്സ് ആണെങ്കിൽ പിക്ചേഴ്സ് വേർ ബീയിങ് ഡ്രോൺ അങ്ങനെ വരും, വേർ എന്ന് വരും. അതാണ് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ഒരു സെന്റൻസ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്തത് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാണെന്ന് നോക്കാം. പ്രസന്റ് പെർഫെക്റ്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെയാണെന്നും കൂടെ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലുള്ള ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഒബ്ജക്റ്റ് അല്ലേ? അപ്പോൾ നമുക്ക് ഒരു സെന്റൻസ് നോക്കാം. ഇത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസ് ആണ്. അപ്പോൾ നമുക്കിത് നോക്കാം. ഐ ഹാവ് ഫെഡ് ദ കാറ്റ്. ഐ ഹാവ് ഫെഡ് ദ കാറ്റ്. ഇനിയിപ്പോൾ ഇവിടെ എന്താണ് സബ്ജക്റ്റ്? ഐ. ഫെഡ് ആണ് വേർബ്, കാറ്റ് ആണ് ഒബ്ജക്റ്റ്. ഇനി നമുക്കിത് പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പോൾ എങ്ങനെയായിരിക്കും സ്ട്രക്ചർ വരിക? ഒബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ്
പ്ലസ് ബീൻ പ്ലസ് V3. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസ് എങ്ങനെ വരും? ഐ ഹാവ് ഫെഡ് ദ കാറ്റ്. ദ കാറ്റ് സിംഗുലർ ആണ്, അപ്പൊ ഹാസ്. ദ കാറ്റ് ഹാസ് ബീൻ ഫെഡ്. ദ കാറ്റ് ഹാസ് ബീൻ ഫെഡ്. ഇനി അത് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ബീൻ ഫെഡ് എന്ന് വരും, കാറ്റ്സ് ആണെങ്കിൽ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ എന്താണ്? അത് ആദ്യം അറിയണം. അപ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാഡ്, പാസ്റ്റ് പെർഫെക്റ്റ് ആണല്ലോ, സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഒക്കെ ഹാഡ് ആണ്. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. ഇപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ പറയാം. ദ മാനേജർ ഹാഡ് ക്യാൻസൽഡ് ദ മീറ്റിംഗ്. ദ മാനേജർ ഹാഡ് ക്യാൻസൽഡ് ദ മീറ്റിംഗ്. ദ മാനേജർ സബ്ജക്റ്റ്, ക്യാൻസൽഡ് വെർബ്, മീറ്റിംഗ് ആണ് ഒബ്ജക്റ്റ്. ഇത് ആക്റ്റീവ് വോയിസിലുള്ള ഒരു സെന്റൻസ്. ഇനി നമുക്കിത് പാസീവ് വോയിസിലേക്ക് മാറ്റണം. അപ്പോൾ അതിന്റെ സ്ട്രക്ചർ എന്താണ്? അപ്പോൾ ഒബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് V3. അപ്പോൾ ഈ സെന്റൻസ് എങ്ങനെ വരും നമുക്ക് നോക്കാം. എന്താണ് പറഞ്ഞത്? മീറ്റിംഗ് ആണ് ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ദ മീറ്റിംഗ് ഹാഡ് ബീൻ ക്യാൻസൽഡ്. ദ മീറ്റിംഗ് ഹാഡ് ബീൻ ക്യാൻസൽഡ്. ക്ലിയർ ആയോ? ഇപ്പോൾ പെർഫെക്റ്റ് ടെൻസിൽ രണ്ടും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്ത ടെൻസ് നോക്കാനുള്ളത് ഫ്യൂച്ചർ ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ സിമ്പിൾ ഫ്യൂച്ചർ നോക്കാം, അതുപോലെ തന്നെ ഫ്യൂച്ചർ പെർഫെക്റ്റും കൂടെ നമുക്ക് നോക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യത്തേത് നമുക്കറിയേണ്ടത് എങ്ങനെയാണ് സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ ഒരു സ്ട്രക്ചർ എന്നെങ്ങനെയാണെന്ന് നോക്കാം. അതിൽ സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വേർബ് പ്ലസ് ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. ദ പോലീസ് വിൽ ക്യാച്ച് ദ തീഫ്. ദ പോലീസ് സബ്ജക്റ്റ്, ക്യാച്ച് വേർബ്, തീഫ് ആണ് ഒബ്ജക്റ്റ്. ഇനി ഇതെങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുക? അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്തായിരിക്കും? ഒബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് V3. അപ്പോൾ നമുക്ക് നോക്കാം ഈ സെൻറ്റൻസ് എങ്ങനെ വരുന്നു. ദ തീഫ് ആണ് ഒബ്ജക്റ്റ്. അപ്പോൾ ദ തീഫ് വിൽ ബി കോട്ട്. ദ തീഫ് വിൽ ബി കോട്ട്. V3 കോട്ട്, ക്യാച്ചിൻ്റെ V3 കോട്ട് ആണ്. അപ്പോൾ ദ തീഫ് വിൽ ബി കോട്ട് ബൈ ദ പോലീസ് എന്നുള്ളത് ഓപ്ഷണലാണ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. ഇനി ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിൽ എങ്ങനെ വരും? അപ്പോൾ നമുക്ക് ആദ്യം ഫ്യൂച്ചർ പെർഫെക്റ്റിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ്? ആക്റ്റീവ് വോയിസിലുള്ള സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ നോക്കാം. ദ മെക്കാനിക് വിൽ ഹാവ് റിപ്പയർഡ് ദ കാർ ബൈ 6 PM. ദ മെക്കാനിക് വിൽ ഹാവ് റിപ്പയർഡ് ദ കാർ ബൈ 6 PM. ഓക്കെ, ഇത് ദ മെക്കാനിക് എന്നുള്ള സബ്ജക്റ്റ്, റിപ്പയർ എന്നുള്ള വേർബ്, കാർ എന്നുള്ള ഒബ്ജക്റ്റ്. ഇനി നമുക്കിത് പാസീവ് വോയിസിലേക്ക് മാറ്റണം. ഇതെങ്ങനെ മാറ്റാം? അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് അറിയണ്ടേ? അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇവിടെ ഒബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ബീൻ, ഓക്കെ, പ്ലസ് V3 ഫോം ഓഫ് ദ വേർബ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് സെൻറ്റൻസ് വരിക? ദ കാർ will have been repaired by 6 PM. The car will have been repaired by 6 PM. ക്ലിയർ ആയോ? ഇപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് ഈ വിൽ എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയോ? വിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് മാറ്റുന്ന സമയത്ത് വിൽ എങ്ങനെയാണോ യൂസ് ചെയ്തത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കി മോഡൽ വേർബ്സും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ക്യാൻ, കുഡ്, ഷുഡ്, വുഡ്, ഇതൊക്കെ നമുക്ക് ഈ വിൽ യൂസ് ചെയ്ത് അതേ മെത്തേഡിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ 8 ടെൻസിലുള്ള ആക്റ്റീവ് വോയിസുള്ള സെൻറ്റൻസും എങ്ങനെയാണ് പാസീവ് വോയിസിലേക്ക് മാറ്റുന്നതെന്ന് മനസ്സിലാക്കി. ഈ ബാക്കി വരുന്ന 4 ടെൻസും നമ്മൾ അധികം പാസീവ് വോയിസിലേക്ക് യൂസ് ചെയ്യാറില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പാസീവ് വോയിസ് എന്താണെന്ന് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ല ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.